ജില്ലയിൽ ചൂട് ദിനംപ്രതി വർദ്ധിക്കുന്നതിനനുസരിച്ച് മലയോര മേഖലകളിൽ കുടിവെള്ളക്ഷാമവും അതിരൂക്ഷമാവുകയാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. കക്കുവ പുഴയും കൈത്തോടുകളും വറ്റിവരണ്ടതോടെ പുഴകളിലും തോടുകളിലും കുഴികൾ കുഴിച്ചാണ് മേഖലയിലെ ജനങ്ങൾ വെള്ളം ശേഖരിക്കുന്നത്. നമ്മളെ ബുദ്ധിമുട്ട് എന്താ? വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. നമ്മൾ കുഴി കുത്തി ഇവിടെ വന്നപ്പം തൊട്ട് ഈ സ്ഥലം കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് നമുക്ക് കഷ്ടപ്പാട്. നമ്മൾ കുഴി കുത്തി വെള്ളം എടുക്കുന്ന ജനുവരി മാസം തൊട്ട് വെള്ളം പറ്റുന്നുണ്ട്, എല്ലാ കരയും പറ്റി ഉണങ്ങുന്നുണ്ട്. നമ്മളതുകൊണ്ട് ഇവിടെ വന്നിട്ട് കുഴി കുത്തി വെള്ളം കോരുന്നു. ആ കഷ്ടപ്പാട് നിൽക്കണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. ആറളം ഫാം 15-ാം ബ്ലോക്കിലെ പാലക്കുന്ന് മേഖലയിൽ 100ഓളം കുടുംബങ്ങളാണ് വെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. കിലോമീറ്ററുകൾക്കിപ്പുറം എത്തി തോടിന് നടുവിൽ കുഴി കുത്തിയാണ് അലക്കാനും കുളിക്കാനും വെള്ളമെടുക്കുന്നത്. 50-ലധികം കുടുംബങ്ങൾക്ക് ഏക ആശ്രയമാണ് ഈ കുഴിയിലെ വെള്ളം. കടുത്ത ചൂടാണ്. അരുവികളും തോടുകളുമെല്ലാം വറ്റിവരണ്ടു. ജനം കുടിനീരിനായി നെട്ടോട്ടമോടുകയാണ്. കക്കുവ പുഴയുടെ തീരത്തും അതിൻ്റെ കൈവഴിയായ തോടുകളിലെ നടുക്കുമെല്ലാം കുഴി കുഴിച്ചാണ് ഇപ്പോൾ ആളുകൾ വെള്ളം ശേഖരിക്കുന്നത്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണിത്. ആദിവാസി വിഭാഗങ്ങൾ വെള്ളമെടുക്കുന്ന ഒരു തോട്. ആ തോടിൽ നടുക്ക് കുഴി കുഴിച്ച് അതിൽ നിന്ന് കിട്ടുന്ന നീരാണ് കുളിക്കാനും കുടിക്കാനും പല്ല് തേക്കാനും എല്ലാം ഇവർ എടുക്കുന്നത്. അലക്കുന്നതും ഈ വെള്ളത്തിൽ തന്നെ. തങ്ങൾക്ക് വെള്ളം ലഭിച്ചാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ഇവർ നമ്മളോട് പറയുന്നു. ഈ കൊടും ചൂടിൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും? ആറളം ഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്,